ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വീണ്ടും ബഥന തിരുനാൾ നമ്മെ തേടിയെത്തി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ബഥന തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. ബൈബിളിലെ ബഥനി ഒരു ഗ്രാമം മാത്രമായിരുന്നില്ല. യേശുവിന് വിശ്രമവും സ്നേഹവും സൗഹൃദവും നൽകിയ ഭവനം കൂടിയായിരുന്നു. അവിടെ മാർത്തായുടെ സേവനമുണ്ടായിരുന്നു, മറിയത്തിൻ്റെ ദൈവാന്വേഷണമുണ്ടായിരുന്നു, ലാസറിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ സാക്ഷ്യമുണ്ടായിരുന്നു. ബഥനി എന്നത് യേശുവിന് എപ്പോഴും സ്വാഗതം ലഭിച്ച ഒരു ഇടമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും അതുപോലെയുള്ള ബഥനികളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരക്കുകൾക്കിടയിലും ദൈവവചനം ശ്രവിക്കുവാൻ സമയം കണ്ടെത്തുന്ന മറിയത്തിൻ്റെ മനസ്സ് നമ്മിലുണ്ടാകട്ടെ. പരാതിയില്ലാതെ സ്നേഹത്തോടെ സേവിക്കുന്ന മാർത്തായുടെ കരങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ സജീവമാകട്ടെ. നിരാശയും മരണസമാനമായ അനുഭവങ്ങളും പ്രത്യാശയിലേക്ക് ഉയർത്തുന്ന ലാസറിൻ്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ഓരോ അതിഥിയിലും ദരിദ്രരിലും സഹോദരനിലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഭവനങ്ങളാകട്ടെ നമ്മുടെ ഭവനങ്ങൾ. ഇന്നത്തെ ബഥനിക്കുള്ള ആഹ്വാനം ഇതാണ്: യേശുവിന് കടന്നു വരുവാൻ തുറന്ന വാതിലുകളാവുക. പ്രാർത്ഥനയും സേവനവും സ്നേഹവും ഒരുമിച്ച് വിരിയുന്ന സമൂഹങ്ങളാകുക. മുറിവേറ്റവരെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പുതുജീവൻ പകരുകയും ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ ഭവനങ്ങളാവുക. അപ്പോൾ നമ്മുടെ ബഥനി ഒരു സ്ഥലമല്ല, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവനുള്ള സുവിശേഷമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും നിന്റെ സാന്നിധ്യം നിറഞ്ഞ പുതിയ ബഥനിയാക്കി തീർക്കണമേ. അങ്ങനെ ഞങ്ങൾ ബഥനിയുടെ കരുത്തുറ്റ മക്കളും മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഏറ്റവും ഹൃദയപൂർവ്വം മാർ ഇവാനിയോസ് പിതാവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളുമായി പരിണമിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ബഥനി ഫീസ്റ്റിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് സിസ്റ്റർ ആർദ്ര, മദർ ജനറൽ.